ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ വ്ളോഗാണ് ഇന്ന്. സത്യത്തിൽ എങ്ങോട്ടും പോകാനൊന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ചടഞ്ഞു കൂടിയിരുന്നപ്പോൾ കറണ്ട് പണി തന്നു. ഇലക്ട്രിസിറ്റി ബോർഡിന് പെട്ടെന്നൊരു തോന്നൽ, അവധി ദിവസമായതുകൊണ്ട് വഴിയിൽ കാണുന്ന മരങ്ങളൊക്കെ ഇങ്ങോട്ട് മുറിച്ച് മാറ്റാറ്. എങ്ങനെ അവർ ഞങ്ങൾക്ക് പണി തന്നു. വീട്ടിൽ വെള്ളവും തീർന്നു, കറണ്ടുമില്ല. പിന്നെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ എന്നാൽ ശരി, ഏറ്റവും അടുത്ത് വാഗമണിലേക്കൊന്ന് പുറപ്പെടാമെന്ന് വിചാരിച്ചു. പ്ലാനിങ് സക്സസ് ആയിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു, മഴയില്ല. സാധാരണ വാഗമണി പോകാൻ പിന്നോട്ട് പിടിക്കുകയാണ് പതിവ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, റോഡ് ഭയങ്കര മോശമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ അങ്ങോട്ട് പോകാറേയില്ല. മെയിൻ റീസൺ ആ റോഡായിരുന്നു. ഭയങ്കര കട്ടറും അതിൻ്റെ കൂടെ ഹെവി റെയിനും ഒക്കെ ആയിരിക്കും. വല്ലാത്ത ഒരു അനുഭവമാണ് ഈ വാഗമണി പോയിട്ട് വരുമ്പോൾ. നടുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഷോക്ക് അബ്സറുള്ള വണ്ടി പോയാൽ പോലും നടുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്. പക്ഷേ ഇപ്പം വ്യത്യസ്തമായിട്ടിപ്പോൾ റോഡൊക്കെ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ക്ലിയറാണ്, സൂപ്പറാണ്. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ല ക്ലൈമറ്റുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ചൂടുമില്ല, തണുപ്പുമില്ല, വല്ലാത്തൊരവസ്ഥ. ഇത് ഞാൻ തിരിച്ചു വരുന്ന കുറച്ച് വ്യൂസാണ് എടുത്ത് വെച്ചിരുന്നത്. തൽക്കാലം പോകണമെന്നുള്ളവർക്ക് പോകാം. ഞങ്ങൾ കോട്ടയത്ത് താമസിച്ചപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരു കാര്യം ഇത് തന്നെ. എല്ലാം മിക്കവാറുമുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ തന്നെ അടുത്താണ്. തേക്കടി, വാഗമൺ, അങ്ങനെ. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും പോകാനധികം ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അതാണ് സത്യം. ഏതായാലും നല്ല ഗ്രീനായി, കാണാൻ നല്ല ഭംഗിയുള്ള, കണ്ണിന് കുളിർമ നൽകുന്ന, നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ലൊരു യാത്ര. സത്യത്തിൽ പ്ലാനിങ് അല്ല, പ്രീ പ്ലാൻഡ് അല്ലാതെ പോകുന്ന യാത്രകളാണ് ചിലപ്പോൾ നല്ല സന്തോഷം തരുന്നത്. ഈ ഹിൽസൊക്കെ കാണുമ്പോഴത്തേക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം സ്വദേശിയൊക്കെ മനസ്സിലാക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കടപ്പുറം, അതൊക്കെ കണ്ടിട്ടിരിക്കുക എന്നതിനപ്പുറം വേറൊന്നുമില്ല. ഹിൽ സ്റ്റേഷൻ കാണണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടൊക്കെ തന്നെ വരണം. ഡ്രൈവർ സാറിനെയാണ് കണ്ടത്. നിങ്ങൾ മോനാണ്, മൂത്ത മോൻ. ഞങ്ങൾ വലിയ പെരുന്നാൾ അങ്ങനെ വലിയ ഫങ്ഷനൊന്നും വയ്ക്കാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര വൈബാണ്, കാണാൻ നല്ല ഭംഗി. സാധാരണ അവിടെ പോകുമ്പോൾ നല്ല തണുപ്പാണ്. പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ തണുപ്പൊന്നുമില്ല, ചൂടാണ്. എന്നാലും ആകെക്കൂടെ ഇരുണ്ടുകൂടി നിൽക്കുന്നെങ്കിലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. സൂപ്പർ വ്യൂ പോയിൻ്റാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ്. Next to me, come on. നാളിതുവരെ പോയിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലും, അതായത് ഏറ്റവും മുകളിലും ഇതുപോലൊരു സംവിധാനം അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഒരു സിപ്പ് ലൈനാണ്. റീസണബിൾ റേറ്റാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബറൊക്കെ എന്നൊക്കെ പറയുമ്പം കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തരും. അതാണ് ആ ഡിസ്കൗണ്ട് ഞങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ്. ആളൊന്നിന് 600 രൂപയാണ് റേറ്റ്. ഇവിടുന്നൊരു ലൈനിൽ അപ്പുറത്തെ മലയിലേക്ക് എത്തും, അവിടുന്ന് മറ്റൊരു ലൈനിൽ കൂടെ ഇപ്പുറത്തേക്കും വരും. അത്യാവശ്യം കൈയും കാലും ഉള്ളവരൊക്കെ പോയാൽ മതി കേട്ടോ. നമ്മളെയൊക്കെ പോലുള്ളവർ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പണ്ടറങ്ങിയിരിക്കുന്നു. ഈ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇവന്മാർ രണ്ടും കൂടെയാണ് തിരിഞ്ഞിറങ്ങണം. ഒരാൾക്ക് പേയ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് കേട്ടപ്പോൾ പിന്നെ അയാളും കൂടെ അങ്ങ് ചാടി ഇറങ്ങി. ഒന്നും പറയാനില്ല. രണ്ടും കൂടെ ഒന്നിച്ചങ്ങോട്ട് പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പേടി. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ആദ്യം വിടട്ടെ, എന്നിട്ട് അടുത്ത ആൾ പോയെന്നാൽ രണ്ടും കൂടെ ഒന്നിച്ച് പോകണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. പക്ഷേ അപ്പോഴും എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം നല്ല താഴ്ചയുണ്ട്. അപ്പം നമുക്കത് കാണാനാകത്തില്ല. ഇവൻ കുറച്ച് അത്യാവശ്യം ധൈര്യം കുറഞ്ഞ ഒരാളാണ്. അത്ര ധൈര്യശാലിയൊന്നുമല്ല ഇങ്ങനെയൊക്കെയുള്ളത്. പക്ഷേ എക്സൈറ്റഡാണ്. അപ്പോൾ എന്താണ് ഏതാണെന്ന് അറിയാൻ വയ്യ. അതിൽ പിടിച്ച് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡ്രോൺ പോകും, കണ്ടോ? ആ ഒരു സാധനം കരിവണ്ട് പോലെ പോകുന്ന സാധനം. അതിനിപ്പോൾ സ്പെഷ്യൽ റേറ്റാണ്. അതിന് 300 രൂപ എന്തോ കൊടുക്കണം. അതിൽ കൂടെ അവർ പിക്ചർ എടുത്ത് തരും. അതിതിൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനാണ് ഇരുന്ന് ഈ വീഡിയോ എടുക്കുന്നത്. സത്യത്തിൻ്റെ നെഞ്ച് പടപടാ ഇരിക്കുകയാണ്.
ഒന്നും വരാതിരിക്കട്ടെ. ഇത് മെഷീൻ്റെ അല്ല, ഇത് ഈ പറയുന്ന സിപ്പ് ലൈനിൽ കൂടെ അവരുടെ ഭാരം കൊണ്ട് ഇതങ്ങ് താഴോട്ട് പോകുന്നതാണ്. പിന്നെ ഇതിന് ശേഷം മുകളിലേക്ക് വേറൊരു സാധനമുണ്ട്, അതിൽ കയറി അവിടുന്ന് തിരിച്ച് ഇതേപോലെ സിബിൽ കൂടെ തന്നെ തിരിച്ച് വരുന്നതാണ് ആ രീതി. റീസണബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 300 ആണ് ഈച്ച് പേഴ്സൺ ഞങ്ങൾക്കായത്. പക്ഷെ അത് 600 ആണ് ഓരോരുത്തർക്ക്. രണ്ടാമത്തെ ആൾ പോകാൻ നിൽക്കുകയാണ്. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അത് പേടിയുള്ളവർ വിടാതിരിക്കുക. ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ ആദ്യം കരുതി ഞാൻ മാത്രമാണ്. പിന്നെ ഈ പയ്യൻ കൂടെ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇവൻ കുറച്ച് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ സ്പീഡിൽ പോയി അങ്ങ് വീഴാൻ ചാൻസുകളുണ്ട്. ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ പോകുന്നതാണെന്നാണ് പറഞ്ഞത്. ഇവനും അങ്ങനെ തന്നെയാണ്. രണ്ടുപേർക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒരു ഇതില്ല. പക്ഷെ വേറെ കുറേ കുട്ടികളൊക്കെ വന്നിട്ട് കൈയൊക്കെ വിട്ട് കുറേ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചുമ്മാ ഒരു നിമിത്തം അങ്ങനെയാണ് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ പതർച്ച എൻ്റെ ക്യാമറയിൽ കാണാം. അവൻ്റെ കൂടെ ഡ്രോൺ പോകുന്നുണ്ട്. കരിവണ്ട് പോകുന്നു, കരിവണ്ട് പുറകെ. പക്ഷെ അവർ പറഞ്ഞത് നൈസ് എക്സ്പീരിയൻസ് എന്നാണ്. ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പം അവിടെയും ഇതുപോലെ സിപ്പ് ലൈൻ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് അവൻ പോയ എക്സ്പീരിയൻസ് പെൺകുട്ടികളെടുത്ത് വിവരിക്കുന്നതാണ്. ഇതാണ് ഡ്രോണിൽ പോയ ആ ഒരു വ്യൂ. ഡ്രോണിലെടുക്കുന്നതാണ്, കരിവണ്ട് ക്യാമറയിൽ എടുക്കുന്നതാണ് കുട്ടികൾ പോകുമ്പോൾ. റോഡിനായിട്ട് തോന്നെത്തുകയില്ല, പക്ഷെ അത് ആ ക്യാമറയുടെ ഇതാണ്. രണ്ടാമത്തെ ആൾ പോകുമ്പോഴുള്ള ഡ്രോൺ ക്യാപ്ചറാണ്. മുഖം കിട്ടുന്നില്ല, ക്യാമറ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ആൾ മുഖം ഒളിച്ചു വയ്ക്കുന്നത് കേട്ടോ. എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ. പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും പോകണം, ചെന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ നമ്മളുടെ വ്ളോഗ് കണ്ടിട്ട് വന്നെന്ന് പറഞ്ഞാൽ വല്ല ഡിസ്കൗണ്ടും കിട്ടിയാലോ, ബിരിയാണി കിട്ടിയാലോ ചോദിച്ചു നോക്കൂ. ടാറ്റാ.